ഈ പ്രസ്ഥാനം 15 കൊല്ലമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആശയപരമായ ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നെന്ന് കാണുന്നത് തികച്ചും സന്തോഷകരമാണ്. ഇത്തരം പല ആശയങ്ങളും കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. ചിലതെല്ലാം എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞു, ചിലത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളുടേതായ ഒരു കൂട്ടായ്മയിൽ കോവിഡിന് ശേഷം എനിക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. അതുവരെ നിരന്തരം ഞാൻ എന്തിനു വേണ്ടിയോ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും 3-4 പുസ്തകങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്നെല്ലാം അവതാരികൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് സുഖമില്ലെങ്കിലും ഇവിടെ വരണം. വടകര എൻ്റെ ഞാൻ ജനിച്ച സ്ഥലം അഴിയൂർ കല്ലാമലയിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞാൻ അവകാശപ്പെടുന്നത് കുട്ടമത്ത് എന്ന് പറയുന്നൊരു വലിയ കുടുംബത്തിൻ്റെ, ആ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമാർ അഴീക്കോട് പറയാറുണ്ട്, എഴുതാറുണ്ട്, ഇറ്റ് ഈസ് എ ഡീംഡ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അതായത് വൈദ്യന്മാരുണ്ട്, കവികളുണ്ട്, നാടകകൃത്തുകളുണ്ട്, തുള്ളൽ കളിക്കാരുണ്ട്, വൈദ്യവിശാരദന്മാരുണ്ട്, ഭ്രാന്തൻ ചികിത്സിക്കുന്നവരുണ്ട്, എല്ലാമുള്ള ഒരു പാരമ്പര്യം. പക്ഷേ എൻ്റെ പൈതൃകം വേറൊരു വിധത്തിലായി. നിങ്ങളുടെ നാട്ടറിവും വൈദ്യശാസ്ത്രവും പ്രോത്സാഹിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ എൻ്റെ രക്തത്തിലെ ജീനുകളിലും എവിടെയോ ഒരു വൈദ്യശാസ്ത്രത്തിൻ്റെ കണികയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ നമുക്കറിയാം അതിജീവനത്തിന് വരുമ്പോൾ, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നൂറ്റാണ്ടുകളായിട്ട് നമുക്കറിയാം വൈദ്യശാസ്ത്രങ്ങളിൽ മാത്രമല്ല എല്ലാ ശാസ്ത്രവിദ്യകൾ കൈകാര്യം ചെയ്യുന്നവരും എല്ലാം തന്നെ മത്സരകരമായ ഒരു പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ആധുനിക ലോകം എടുത്ത് നോക്കുമ്പോൾ പഴയ കാലത്ത് സിസ് വാച്ച്, സിസ് ക്യാമറ എന്ന് പറയുന്നത് ഒരാഢ്യത്വത്തിൻ്റെ ലക്ഷണമായിരുന്നു. പിന്നീട് അത് ജപ്പാനീസിലേക്ക് പോയി. ആ ജപ്പാനീസ് ക്യാമറയും വാച്ചുകളെല്ലാം ഇന്ന് പോയി. ഓരോ ദിക്കിലും ക്യാമറയാണ്, നമ്മുടെ കയ്യിലെല്ലാം ക്യാമറകളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നടക്കുന്നു? ഓരോ നഗരവും മത്സരിക്കുകയാണ്. ലണ്ടൻ ന്യൂയോർക്കുമായി, ന്യൂയോർക്ക് ടോക്കിയോ ആയി, ടോക്കിയോ, ഇങ്ങനെ പല പട്ടണങ്ങളും തമ്മിൽ ഇൻ്റർനാഷണൽ ലെവലിൽ മത്സരിക്കുമ്പോൾ നമ്മളെ ഗ്രാമങ്ങൾ നിശബ്ദമാക്കപ്പെടുകയാണ്. അവിടെ ശബ്ദം ഉയർന്നു വരുന്നില്ല, അവിടെ ജനകീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നില്ല. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എടുക്കുമ്പോൾ കൽക്കത്ത, ഡൽഹി, അതുപോലെ മുംബൈ, മദ്രാസ്, ഇതെല്ലാം തമ്മിൽ തിരുവനന്തപുരം മത്സരത്തിൽ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വൻ പട്ടണങ്ങൾ, മെട്രോപോളിസ് മത്സരിച്ചു കൊണ്ടിരിക്കുക. അവിടെ ജനജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ നോക്കാൻ ഭരണാധികാരികൾക്ക് സമയമുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അവിടെയാണ് ജനകീയ പ്രസ്ഥാനങ്ങൾ ഏറ്റവും ശക്തമായി വളർത്തിയെടുക്കുവാൻ വേണ്ടി ഹരിതാമൃതം പോലുള്ള ആ വാക്കിൽ തന്നെ ഒരു വലിയ അർത്ഥവ്യാപ്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷേ ഹരി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശുഭ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഹരി എന്ന് സംസ്കൃത പണ്ഡിതന്മാർ കാണുന്നത്. അതുപോലെ തന്നെ അമൃതം അതിൽ കൂട്ടിച്ചേർത്തിരുന്നു. അമൃതം എന്ന് പറഞ്ഞാൽ മൃത്യുർമ്മ അമൃതം ഗമ്യ, ഞാൻ മരിച്ചു പോവുകയാണ്, ആ മരിച്ചു പോകുന്ന എനിക്ക് നിങ്ങൾ അമൃതമായി തീരുക, എന്നെ മൃത്യുവില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കുക എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപനിഷത്തുകൾ സംസാരിച്ച കാര്യം ഞാൻ ഓർത്തുകയാണ്. നമ്മളെല്ലാം തന്നെ അമൃതം, ആ അമൃതം കാക്ഷിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഏതോ കവി എഴുതിയതുപോലെ, ഈ പുണ്യതീരം വിട്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എഴുതിയതുപോലെ ഒരു പുണ്യതീരത്ത് നാം ജീവിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം, അത് പഠിപ്പിക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ്, ജനകീയമായ ഒരു പാഠ്യപദ്ധതിയാണ് ഹരിതാമൃതം. അപ്പോൾ ഞാനിത് തുടങ്ങിയ ശ്രീനിവാസനെ പോലുള്ള ഇതിൻ്റെ പ്രവർത്തകന്മാരെ പറ്റി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം സർവകലാശാലയിൽ നിങ്ങൾക്കറിയാം, വടകരയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പൂർണ്ണമായും എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ ഓർമ്മിക്കുകയാണ് ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്ന ആ മുനിസിപ്പൽ ചെയർമാൻ. ആ മുനിസിപ്പൽ ചെയർമാൻ ചെയ്ത സേവനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്കന്ന് മെമ്മോറാണ്ടം എന്ന ആളുകളിൽ KK മുഹമ്മദ് ഓർമ്മിക്കുന്നു, കുഞ്ഞിരാം പട്ടൊക്കെയിട്ടുണ്ട്, മറ്റു പലരുടെയും പേരുകൾ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവർ വന്ന് എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിമിഷങ്ങൾ വെച്ച് ചെയ്തു തീർക്കുവാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും ജാഗ്രതപ്പെടും. അതിൻ്റെ കാരണം എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നുണ്ട്, നോളജ് ടു ദ വില്ലേജസ്.
സർവകലാശാല ദന്തഗോപുരത്തിലിരുന്ന് ഭരിക്കുകയല്ല, ആ നോളജ് ഗ്രാമങ്ങളിലേക്ക് എത്തിക്കണം. ഇപ്പോൾ നിങ്ങൾ വയനാട്ടിലേക്ക് പോകും, നോക്കൂ, അവിടെ കമ്പ്യൂട്ടർ സയൻസില്ല, ബീറ്റ് സെൻ്ററുകളില്ല, ഇതെല്ലാം കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂർ 14 കോടി റുപ്യ സെറ്റുള്ള ഒരു സാധനം അന്ന് ജോൺ മത്തായി കൊടുത്തു. ഞാൻ അവിടെ ചാർജ് എടുക്കുമ്പോൾ അധ്യാപകന്മാർ വിദ്യാർത്ഥികളില്ല, വീട് തലയിൽ വീട് ഞങ്ങൾ ചാവാൻ പോവുകയാണ്. ഇന്ന് അവിടെ ഏറ്റവും വലിയൊരു എക്കണോമിക്സ് സെൻ്ററുണ്ട്, ഇൻ്റർനാഷണൽ കമ്പ്യൂട്ടർ സയൻസ്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ്, ഡ്രാമ, മ്യൂസിക്, ഫൈൻ ആർട്സ്, ഇതെല്ലാം അവിടെ കൊടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ തൃപ്രയാറ്, ആ പദ്ധതികളെല്ലാം തന്നെ ഒരു പണവുമില്ലാത്ത ദിക്കിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കി അവിടെ. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ അതിൻ്റെ പിന്നിൽ ഒരുപടി ചരിത്രവും അധ്വാനമുണ്ട്. അപ്പോൾ വടകരക്കാർക്ക്, ഒരുപക്ഷെ കാസർഗോഡുകാർക്ക് അഭിമാനിക്കാൻ കഴിയുന്നൊരു വൈസ് ചാൻസലർ നിങ്ങളുടെ സമൂഹമാണ് ഉണ്ടാക്കിയത്. ഇന്ന് മന്ത്രിമാർ പറയും പച്ചക്കറി കൃഷി ചെയ്യണം, അത് ചെയ്യണം. ഞാൻ വെള്ളരി നട്ട് വളർത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ 1000 വെള്ളരി ഇങ്ങനെ തൂക്കി കിടക്കുകയായിരുന്നു മൊത്തത്തിൽ. ഏത് SSLC പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് ഉണ്ടാക്കുകയില്ല. അപ്പം എൻ്റെ അനുഭവം പഠിക്കുകയും കാർഷികമായിട്ട് നിങ്ങൾ പറയുന്നത് പോലെ 2-3 കൊല്ലം പോകും വയനാട്ടിൽ ഗന്ധകശാല ഇനി എങ്ങനെ നഷ്ടപ്പെടുന്നു. അത് കൃഷി ചെയ്യാൻ വേണ്ടി ഞാനവിടെ വലിയ ഒരു ശാഖംബലി എന്തോന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാക്കി അധ്യാപകന്മാരെല്ലാം കൂട്ടി 20 ഏക്കർ കൃഷിയിലേക്ക് കൊണ്ടുവന്നു. അത് നഷ്ടവും ലാഭവും ഇല്ലാതെ പോയി. പിറ്റേത്തെ കൊല്ലം അത് കൃഷി ചെയ്തപ്പോൾ നഷ്ടത്തിലെത്തിയപ്പോൾ ഞങ്ങൾ ഈ പ്രവർത്തനം വേണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ അത് പിരിഞ്ഞു പോകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആരുടെ പണിയാണ്? സർക്കാരിൻ്റെ പണിയായിരുന്നു. അതിൻ്റെ വില നിശ്ചയത്തിൻ്റെ പണിയായിരുന്നു. ഈ വില നിശ്ചയിക്കുന്നതാരാണ്? കാർഷിക വിഭവങ്ങൾക്ക് അഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. നെല്ലിന് വില അവർ കൂട്ടാൻ സമ്മതിക്കില്ല, ഗോതമ്പിൻ്റെ വില കൂട്ടാൻ സമ്മതിക്കില്ല, ഉരുളക്കിഴങ്ങിൻ്റെ വില കൂട്ടാൻ സമ്മതിക്കില്ല. ഇതെല്ലാം കൂടി വരുമ്പോൾ തൊഴിലാളികൾക്ക് DA കൊടുക്കേണ്ടി വരും. ഇപ്പോൾ DA കൊടുക്കാൻ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങൾ സപ്രസ് ചെയ്ത് വെക്കും. ഇപ്പം നമുക്കറിയാം നെൽകൃഷിയിൽ കാർബൺ ഇത് വരുന്നത്. ആ കാർബണിൻ്റെ കാര്യത്തിൽ എത്ര 2000 ലിറ്റർ വെള്ളം വേണം 1 കിലോ നെല്ലിൻ്റെ എന്ന് പറയുന്നു. അപ്പോൾ അത്രയും കാർബണുമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയിട്ട് ഇന്ത്യ നെല്ല് കൃഷി ചെയ്യാതിരിക്കണം. എന്നാലൊക്കെ നമുക്ക് എമിഷൻ കുറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഫണ്ട് അനുവദിക്കുന്നത് കുറക്കാമെന്ന് പറയുന്ന ബുദ്ധിജീവികളെ പാട്ടത്തിൻ്റെ എടുക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികൾ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച ഈ ഹരിതാമൃതത്തിൻ്റെ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ ഇനിയും പഠനം ഓരോ ഗ്രാമത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. നിങ്ങൾ മരങ്ങളിലേക്ക് പോകും. ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഉദാഹരണം പറയാം. എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കുമ്പോൾ 20 അരയാൽ തൈകൾ ഞാനവിടെ നട്ടു വളർത്തി. അരയാൽ തൈകൾ നട്ടു വളർത്തുക മാത്രമല്ല, അതിന് തറ കെട്ടിച്ചു. ആരും ചെറിയ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല. അതുപോലെ പക്ഷെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തുകൊണ്ട് അരയാൽ തറ കെട്ടിച്ചു. അരയാൽ തറ കെട്ടിക്കുക മാത്രമല്ല, എനിക്ക് 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അരയാൽ തറയെ കാണണമെന്ന് ആഗ്രഹം തോന്നി. ഞാനപ്പോഴവിടെ പോയപ്പോൾ ഒരു വൈസ് ചാൻസലർക്കും ഗവർണർക്കും കിട്ടാത്ത സ്വീകരണമാണ് അവിടുത്തെ കുട്ടികളും ഇവരെല്ലാം തന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടികൾ അരയാൽ തറയിൽ എനിക്ക് പഠിക്കുന്നത് കാണുന്നു. അത് അങ്ങനെയുള്ള ഇമാജിനേഷനും ഭാവുകത്വവും ഈ ഭരണകർത്താക്കളില്ലേ, MLA-മാരില്ലേ, എല്ലാ ജനപ്രതിനിധികളിലും പഞ്ചായത്തുകളിലുണ്ടാവണം. ഇന്ന് ഞാൻ പ്രസംഗിക്കുക പുറമേ ഒരു സ്കൂളിൽ പോയി ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. അവിടെ 2 മാവുകൾ തറ വേണ്ടത്രയില്ല. ഞാൻ പറഞ്ഞു ഇതിന് തറ കെട്ടിക്കണം, അവർ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ഉപദേശമല്ലാതെ അവരെ തറ കെട്ടിക്കാൻ കഴിയുകയില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ ഉപദേശവും അത് ഫലപ്രദമാകുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ജീവിതത്തിൻ്റെ ഇന്നലെ 2 ദിവസം മുമ്പ് ഗവൺമെൻറ് ആർട്സ് സയൻസ് കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞ ചരിത്ര പഠനത്തിലെ സിദ്ധാന്തങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. അതെല്ലാം സംസാരിച്ച് ഞാൻ ഈ ഉണ്ടഴിച്ചു വെച്ചെടുത്ത വ്യക്തിയാണ്. നിങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങൾ വേണം, കൊച്ചു അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിലൂടെ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കണം. നിങ്ങൾ ഹരിതാമൃതത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ആ സർഗശക്തിയെ കൊണ്ടുവരണം. ആ സർഗശക്തിയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല, ഭരണാധികാരികൾക്ക് കഴിയുള്ളൂ. ആ ഇച്ഛാശക്തി അവർ പ്രവർത്തിക്കണം. ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. പലപ്പോഴും മെഡിക്കൽ കോളേജുകളിൽ പോകുമ്പോൾ പറയും ഗ്രാജുവേറ്റുകൾ, ഞാൻ കേട്ടത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു.
അച്ഛനും അമ്മയല്ല ഇവിടെ സമൂഹം ഇതിനു വേണ്ടി എത്രയോ കോടികൾ ചെലവാക്കുന്നു. അധ്യാപകന്മാർ അവർ രാവും പകലും കഷ്ടപ്പെടുന്നു. നിങ്ങളൊരു PhD എടുക്കുന്ന ഒരു വ്യക്തി കാണുമ്പോൾ അയാളല്ല PhD എടുക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരാൾ, ആരും അറിയാതെ. എനിക്ക് അനുഭവങ്ങളുണ്ട്. എല്ലാവരും മെഡിവൽ ഹിസ്റ്ററിയിൽ ചെയ്യുന്നൊരു കുട്ടി, അയാൾ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്ത് എന്നോട് പറഞ്ഞു, സാറേ ഇത് ചെയ്യാൻ പറ്റില്ല, ഞാൻ വെച്ച് പോകാം. ഞാൻ പറഞ്ഞു, പോകരുത്, നീ എല്ലാം റിസർച്ച് ചെയ്യുന്നത്, ഞാനാണ് റിസർച്ച് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിനീത ശിഷ്യനാണ്. കാണുമ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തെ ഓർമ്മിക്കുക. അതുപോലെ നിങ്ങൾ വ്യക്തികളെ വളർത്തിയെടുക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കമ്പൽസറി സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. 30-40 ദിവസം നിർബന്ധമായും അവർ സോഷ്യൽ സർവീസ് ചെയ്യണം. എന്തെങ്കിലും സോഷ്യൽ സർവീസ്, മെഡിക്കൽ കോളേജിൽ പോയി ബ്ലഡ് ഡൊണേഷൻ, അന്ധനായ വിദ്യാർത്ഥിക്ക് വായിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്ത് അതിനെ നിർവചിക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഷുഡ് ബി സർട്ടിഫൈഡ്. ഇതെല്ലാം ചെയ്തത് എന്തുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാല നിർത്തിയെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്? ഇവിടെ ജനപ്രതിനിധികൾ. കാലിക്കറ്റ് സർവകലാശാല ഏതെങ്കിലും ഏറാൻ മൂളികളുടെ സ്വന്തമാണോ? ഈ നാട്ടിൻ്റെ അഭിമാന സംഭവമാണ്. CH മുഹമ്മദ് EMS നമ്പൂതിരിപ്പാട് അത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ഉത്തര കേരളത്തിൽ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുക, ഇതിൻ്റെ സംസ്കാരം അന്താരാഷ്ട്ര തലത്തിലെത്തിക്കുക. രണ്ട് ഏറ്റവും സംസ്കാരം വിദ്യാഭ്യാസം കൊടുക്കുക, അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർത്തുക. നമുക്കറിയാം ഈ പള്ളിയിൽ തെയ്യം 1960കളിൽ പത്രക്കാരുടെ പിന്നാലെ പോകുമ്പോൾ ഒരു തെയ്യത്തിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നില്ല, അവർക്ക് ആരും വേണ്ട തെയ്യം. ഇന്ന് ഗോത്രകലകളിൽ, ലോകമെങ്ങുമുള്ള ഗോത്രകലകളിൽ മലബാറിലെ തെയ്യം കല എങ്ങനെ വളർന്നു പോകും? അതിൻ്റെ പിന്നിൽ നിരന്തരമായി പ്രവർത്തിച്ച ഒരു അധ്യാപകനും ഗവേഷകനും എന്നതിൽ ഞാൻ അഭിമാനപ്പെടുകയാണ്. കാരണം ഏഷ്യാഡിലേക്ക് 500 തെയ്യക്കാർ ഷെഡ്യൂൾഡ് കാസ്റ്റായിട്ടില്ല, അവർ പോയി അഭിമാനം കണ്ടു, സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു. ഇതെല്ലാം വരുമ്പോൾ അത് സർവകലാശാലകളുടെ പ്രവർത്തനമാണ്. എന്തുകൊണ്ട് ഞാൻ പല സർവകലാശാലകളിൽ പോയപ്പോൾ അവിടെയെല്ലാം ഉണങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേദന തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോർമർ വൈസ് ചാൻസലർ എന്ന പദം ഉപയോഗിക്കാറില്ല. ഐ ആം നോട്ട് എ ഫോർമർ, ഐ ആം ദ 7th വൈസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഇന്നും എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് താല്പര്യമുണ്ട്. അറബി നാടുകളിൽ നിന്ന് ഗവേഷകന്മാർ, പ്രൊഫസർമാർ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ അവരുടെ മുമ്പിൽ എന്നെ നിർത്തിയ സർവകലാശാലയിലെ പല വകുപ്പുകളിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇന്ന് ഈ ഹരിതാമൃതം ഉദ്ഘാടനം ചെയ്യുവാൻ എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വടകര എന്നും കുതിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വരണം, കായിക രംഗത്ത് വരണം. ഞാൻ PT ഉഷയോട്, ഞങ്ങളുടെ പ്രോഡക്റ്റായിട്ടുള്ള ഉഷയോട് സംസാരിക്കും. അവിടെ ഇരിക്കുമ്പോൾ വടകരയിലെ കളരി പ്രയത്നം, ആ കളരിയുടെ സ്കില്ല് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്പോർട്സിൽ, ഗെയിംസിൽ കൊണ്ടുവന്നു? വടകരയിൽ ഇരികൽ പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ അധികാരി അച്ഛൻ പഠിപ്പിച്ച ആ അടവുകളാണ് ഇന്ത്യൻ വോളിബോളിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. എന്തുകൊണ്ടത് നമ്മൾ നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് നിങ്ങൾക്കത് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല? ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഇവിടെ കളരി ഗുരുക്കന്മാരെല്ലാം അറിയാം. ഇതെല്ലാം നമ്മളെ ടെക്നിക്കലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചൈനയും ബാക്കിയുള്ള റഷ്യയും അവരുടെ നേറ്റീവ് സിസ്റ്റംസ് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ കഴിയത്തില്ല. നമ്മൾ അവരുടെ പഴയ ഗവേഷണങ്ങൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സ്പോർട്സിൽ പോയാൽ നമുക്ക് എവിടെ അവാർഡ് കിട്ടും? നമ്മൾ പുതിയ നമ്മുടെ മണ്ണിൻ്റെ കൾച്ചർ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു വിപ്ലവാത്മകമായ ചിന്തകൾ വേണം, അതിന് അടിസ്ഥാനപരമായി ചിന്തിക്കുന്ന ഒരിത് വേണം. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിക്കുകയാണ്. കാരണം നിങ്ങൾ എല്ലാവരും പറയും വിഴിഞ്ഞം ഇന്ത്യയിലെ കേരളത്തിൻ്റെ ഏറ്റവും ശക്തമായ പദ്ധതിയാണ് എന്ന് പറയുമ്പോൾ, ഇടതു വലതു പക്ഷങ്ങളെല്ലാം ഞങ്ങളാണ് ഇത് തുടങ്ങിയതെന്ന് പറയുമ്പോൾ, ഞാൻ രമേശ് ചെന്നിത്തല സോഫയിൽ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ എന്ത് പറയുന്നു ഇത് വിജയകരമായ പദ്ധതിയാണ്? അപ്പോൾ അദ്ദേഹം വളരെ യുക്തിപൂർവ്വം എന്നോട് പറഞ്ഞത് മൻമോഹൻ സിംഗ് ഇത് അംഗീകരിച്ചിട്ടില്ല, ഒറ്റ വാക്കിൽ. പിന്നെ എന്താണ് നടന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നും പറയുന്നു, ഇന്ത്യയുടെ നേരെ ചൂണ്ടിയ കൈത്തോക്കാണ് വിഴിഞ്ഞമെന്ന് ഇവിടെ പത്രക്കാരുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യട്ടെ, എനിക്കൊരു ദുഃഖമില്ല. ആണ് എന്ന് ഞാൻ സമർത്ഥിച്ചു തരാം. ഞാനല്ല, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് നേവൽ അഡ്മിറൽസ് അവർ പറയുകയാണ്, അത് ഒരു കാലത്ത് എനിക്ക് വേണ്ട എന്ന് തോന്നിയാൽ അത് വലിച്ചെറിഞ്ഞ് കോടീശ്വര രാഷ്ട്രങ്ങൾക്ക് വിറ്റുകൊണ്ട്
നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തും. ഇത് വിളിച്ചു പറഞ്ഞത് കുഞ്ഞിപ്പള്ളിയിലെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ എന്ന് പറയുന്ന അവിടുത്തെ മക്ബറയിലെ ഒരു സൂഫിയായിരുന്നു. അയാൾ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും പഠിച്ചതല്ല. അയാളെ നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കാറുണ്ട്? അദ്ദേഹത്തെ നിങ്ങൾ അവിടെ പടമിടുന്നവരുണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഈ പണ്ഡിതനെ ലോകസമക്ഷം അവതരിപ്പിക്കണം. ആ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പരാജയമാണ്. അറിവേ ഡെലിഗേഷൻ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി പരിചയപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്ര വലിയ ആളെ ഞങ്ങളെങ്ങനെ മറന്നുപോയി. ഞാൻ പറഞ്ഞു, നിങ്ങളെ വളരുതായ്മ, നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെയും വളരുതായ്മ. അപ്പൊ പണ്ഡിതന്മാരെ ആദരിക്കണം. ഇതെല്ലാം തന്നെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി മാറ്റുവാൻ ഈ ഹരിതാമൃതത്തിൽ നിന്ന് തുടങ്ങൂ. നിങ്ങൾ മുന്നോട്ട് പോകൂ. എന്ത് ചെയ്യുവാൻ എനിക്ക് കഴിയും അത് ഞാൻ ചെയ്തു തരുവാൻ തയ്യാറാണെന്ന് പറയുന്നത് നാടുവാട്ടൻ്റെ പ്രവർത്തനത്തെ ഞാൻ ഇപ്പോഴും ഉറപ്പിക്കുകയാണ്. അദ്ദേഹം മന്ത്രിയായി ബന്ധപ്പെടും. ഞാൻ പറഞ്ഞു, നാടുവാട്ട ഈ റൂട്ടിൽ 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്നിട്ട് എനിക്കൊരു ബസ് നാടുവാട്ട് നടത്തിയപ്പോൾ ആ ബസ്സും പോയി. ഇതാണ് ഇപ്പോഴത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നു ആളുകൾ. അപ്പം നിങ്ങളെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്താൽ പോലെ ജനപ്രതിനിധികൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ചെന്നിത്തല, ഞാൻ വ്യക്തിത്വം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം, നിങ്ങളൊരു ടാസ്ക് ഫോഴ്സ് വിളിക്കും, റിട്ടയേർഡ് ആയിട്ടുള്ള വൈസ് അഡ്മിറൽസിനെ വിളിക്കും, ചരിത്രകാരന്മാരെ വിളിക്കും, ഒരു ചർച്ച 10 പേരെ വെച്ച് നടത്തും. എന്നിട്ട് നിങ്ങൾ ഒരു ജനകീയ പ്രസ്ഥാനം വെളിയിലെ ലാഭമോ തെറ്റോ ഇല്ലെങ്കിൽ 30 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളിൽ ചെറിയ തലമുറ ജീവിച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ അറബിക്കടലിലെ സ്വാതന്ത്ര്യം എന്ന് പോകുമോ അന്ന് വലിയ അടിമയാകും. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾ, ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ, ചൈനയിലെ ഫിലിപ്പൈൻസിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ചൈനീസ് പ്രശ്നങ്ങൾ. അപ്പൊ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന ആ ഒരു കടലിന് വേണ്ടി അടിപിടികൾ നടന്നുകൊണ്ടിരിക്കുന്ന അണുവായുധങ്ങൾ ഉപയോഗിച്ച് നടക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി എന്തായിരിക്കും? നമ്മുടെ അടുക്കളയെ സ്വതന്ത്രമാക്കുക. നമ്മുടെ കാമ്പ് ചക്കയോ നിന്ന് ആർക്കും വേണ്ട, നിങ്ങളത് പ്രചരിപ്പിക്കുക എന്ന് ഞാൻ പറയുകയാണ്. കുട്ടികൾക്കെല്ലാം ശിക്ഷന്മാർ എന്തുകൊണ്ട് മാറ്റാൻ കഴിയുക? അടുക്കളയെ സ്വതന്ത്രമാക്കുക, മാതാപിതാക്കളെ സംരക്ഷിക്കുക. നമ്മളുടെ ഏറ്റവും നല്ല മുദ്രാവാക്യമാണ് ഈ അവസരത്തിൽ.